നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിന്നെ എന്റെ കുഞ്ഞ് എന്റെയിൽ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ ഇവളെ ഏൽപ്പിക്കാം. ഇവള് മരണം എരന്ന് വാങ്ങുകയാണല്ലോ ഭഗവാനെ. നീ പറഞ്ഞ എല്ലാ ഡിമാൻഡുകളും ഞാൻ അംഗീകരിച്ചതാ. പക്ഷേ ഇവനെ ഈ വീട്ടിനകത്ത് ഇനി താമസിപ്പിക്കാൻ പറ്റില്ല. ഞാനും വൈശാഖും കൂടി ഒന്ന് ആലോചിക്കട്ടെ. വൈശാഖേ വന്നേ. മൈഥിലി, നമ്മളിപ്പോ ഈ കൊച്ചിനെ കൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? നമ്മുടെ പ്ലാൻ വേറെയല്ലേ? നീ ആ കാര്യം നടപ്പിലാക്കിയിട്ട് വാ. ആ കാര്യം നടപ്പാക്കിയിട്ട് ഞാൻ വരൂ. ഇത് ഇവരുടെ മുന്നിൽ ഞാൻ കാണിക്കുന്ന ഒരു ഡ്രാമയാ. എന്നാ നീ പൊയ്ക്കോ. ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോണേടാ. ശരി. ദേ, തൽക്കാലം ഞാനങ്ങ് പോവാ. പിന്നെ നിന്നെ ഈ ഏരിയ കണ്ടുപോരുത്. ഓ ആ, അഥവാ ഇനി ഇതുപോലെ ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാലേ അച്ഛൻ പണിക്കരോടും അമ്മ പണിക്കരോടും യാത്ര ചോദിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഒന്ന് പോടാ. ആ പിന്നെ ഒരു മുട്ടനാടിനെ വാങ്ങിച്ച സൂപ്പ് വെച്ച് കുടിച്ചോ. ഇല്ലെങ്കിൽ നീ ചത്തു. അമ്മാതിരി ഇടിയാ ഇവൻ ഇടിച്ചത്. ഒന്ന് പോടാ അവിടുന്ന്. ഇയാളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഞാനും ഒരു പെണ്ണല്ലേ. ഒരമ്മയുടെ വിഷമം എനിക്കറിയാം. എന്തായാലും ഇവൾ ഇത്രയും നാൾ എന്റെ കുഞ്ഞിനെ നോക്കിയതല്ലേ. എന്റെ ശത്രുവാണെങ്കിലും ഇവളോടൊരു മനസ്സലിവ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ പോകുന്നില്ല. പക്ഷേ അമ്പലത്തിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള ഡിമാൻഡുകൾ നിങ്ങൾ തെറ്റിക്കരുത്. എന്നോട് ഹരാസ്മെന്റ് ഒന്നും കാണിക്കരുത്. എന്റെ മനസ്സിനെ വേദനിപ്പിക്കരുത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ തൽക്കാലം നിങ്ങളോടൊപ്പം നിൽക്കാം. പിന്നെ എന്റെ കുഞ്ഞ് എന്റെയിൽ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ ഇവളെ ഏൽപ്പിക്കാം. ഇവള് മരണം എരന്ന് വാങ്ങുകയാണല്ലോ ഭഗവാനെ. നീ അത്രയ്ക്ക് ഔദാര്യൊന്നും കാണിക്കണ്ട. ഈ മീനാക്ഷിക്ക് കുഞ്ഞിനോടുള്ള സെന്റിമെന്റ്സ് കൊണ്ട് മാത്രം. ഇല്ലെങ്കിൽ ഉള്ള ഞാൻ ഈ നശിച്ച് വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു. അന്തസ്സും അഭിമാനവും ഒക്കെ പണയപ്പെടുത്തി ഇവിടെ ജീവിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. സാധാരണ മരുമക്കളെ പേടിച്ചോണ്ടാ അമ്മായിയമ്മമാര് കഴിയുന്നത്. ഇവിടെ തലതെറിച്ച് ഒരു എക്സ് മരുമകളെ പേടിക്കണം. അതും യാതൊരു അന്തസ്സും ഇല്ലാത്തവള്. ഓ, ഇതാരാ ഈ നേരത്ത്? ഓ, എന്റെ വായിന്ന് നല്ലത് കേൾക്കാൻ വിധിക്കപ്പെട്ട ആരോ ആണ്. ഗൾഫിന്നാണല്ലോ. ഹലോ സാവിത്രി, ഞാനാ. രാമേട്ടനോ? ഇതെന്താ രാമേട്ട ഇങ്ങനെ? എത്ര നാളെ ഇങ്ങോട്ടൊന്ന് വന്നിട്ട് വിളിച്ചാലും ഫോൺ എടുക്കില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചോന്നറിയോ? അത് എന്താ പറ്റിയത് രാമേട്ട? വീടും കൂടി ഭാര്യ മോനെ ഒന്നും വേണ്ടായിരിക്കും. ഹലോ ഹലോ, ഇതെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അതെ, ഇത് ആരുടെ നമ്പരാ? രാമേട്ടന്റെ ഫോൺ അവിടെ പോയി. രാമേട്ട, ഇവിടുത്തെ കാര്യങ്ങൾ വല്ലത് രാമേട്ടൻ അറിയുന്നുണ്ടോ? ഇങ്ങനെ എസ്കേപ്പ് ചെയ്ത് നടന്നാ മതിയല്ലോ അല്ലേ? രാമേട്ട, ചെമ്പാകമംഗലം ഇപ്പൊ പിശാചുകളുടെ ഒരു വീടായിട്ട് മാറിയിരിക്കുക. വെറും പിശാചല്ല, ആ മൈഥിലി പിശാച്.
സാവിത്രി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഓ, രാമേട്ടൻ ഞാൻ പറയുന്ന ആദ്യം കേക്ക്. എത്രയും പെട്ടെന്ന് എനിക്കൊരു വിസ ഇങ്ങോട്ട് എടുത്തതാ. ഞാനും അങ്ങോട്ട് വരിക. എനിക്കിവിടെ മടുത്തു. സാവിത്രി, ഇവിടെ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതാ ഞാൻ വേറൊരാളുടെ ഫോണിൽ നിന്ന് നിന്നെ വിളിക്കുന്നത് ഇപ്പോ. രാമേട്ട, ഞാൻ ഇവിടെ അതിലും വലിയ പ്രശ്നത്തിലാ. ഈ വീട് ആകെ തകർന്നിരിക്കുക ഇപ്പൊ. ഇവിടിപ്പം ഭരണം അവളാ, ആ മൈഥിലി. നീ കുറച്ചേരം എന്റെ കാര്യങ്ങളൊന്ന് കേൾക്ക് സാവിത്രി. ഓ, രാമേട്ടൻ ആദ്യം എന്റെ കാര്യം ഒന്ന് കേക്കുവോ? ഞാനല്ലേ രാമേട്ടന്റെ ഭാര്യ. എന്റെ കാര്യമല്ലേ രാമേട്ടൻ കേക്കേണ്ടത്. നീ ഒരു അല്പസമയം എന്റെ കാര്യങ്ങളൊന്ന് കേൾക്ക്. എന്നെ കൊണ്ട് ഒരു അക്ഷരം പറയാൻ നീ സമ്മതിക്കുന്നില്ലല്ലോ. ഞാനിവിടെ അതിഗുരുതരമായ പ്രശ്നങ്ങളില്ല. ആ പഴയ ബിസിനസ് രാജാവല്ല ഞാനിപ്പോ. എന്തൊക്കെ രാമേട്ടനെ പറയുന്നേ? അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഞാൻ പറയുന്നത് വളരെ ക്ഷമയോടെ നീ കേൾക്കണം. പറ. അമ്മയുടെ ചക്കരപ്പൊന്ന് ഇവിടെ കിടന്നോട്ടോ. കാറി പൊളിക്കല്ലേ. ഞാനാ മീനാക്ഷി പോലല്ല. എനിക്ക് ദേഷ്യം വന്നാലേ കൈ വലിച്ചങ്ങ് തരും. ആ, കിടന്നു. ഓ, എന്താ എന്താന്ന് നിന്നോടാ ഞാൻ ചോദിച്ചത്. കുഞ്ഞിനെങ്കിതാ. എന്ത് ധിക്കാറുവാടി നീ പറയുന്നേ? ഒരു പെറ്റമ്മയുടെ മുമ്പിൽ വന്ന് ആ അമ്മ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങ് തായെന്നോ? നിനക്കൊരു ഉളുപ്പുമില്ലേടി? ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു. ഇനി ഞാൻ ക്ഷമിച്ചും സഹിച്ചു ഒന്നും നിൽക്കാൻ പോണില്ല. ഈ കിടക്കുന്നതേ എന്റെ കുഞ്ഞാ. ഇതിനി എന്റെ കൂടെ ഉണ്ടാവൂ. എനിക്ക് വല്ലപ്പോഴും റെസ്റ്റ് വേണമെന്ന് തോന്നുമ്പോ ഞാനിതിനെ എനിക്ക് ഇഷ്ടമുള്ളവരെ ഏൽപ്പിക്കും. മനസ്സിലായോടി? എവിടെ പോയിടി നിന്റെ നാക്ക്? ഇപ്പൊ ഒരു മിണ്ടാട്ടവും ഇല്ലേ? എന്റെ കുഞ്ഞിനെ ഓർത്ത് ക്ഷമിച്ച് നിൽക്കുക നിവർത്തിയുള്ളൂ. എല്ലാ കണക്കുകളും കൂട്ടിവെച്ച് പലിശ സഹിതം പിന്നെ ഇവക്കിട്ട് കൊടുക്കാം. എന്താടി നീ ആലോചിക്കുന്നേ? നിന്റെ ദേഷ്യം നീ അങ്ങ് വിഴുങ്ങാണോ? അല്ലെങ്കിൽ എന്തായിരുന്നു ഇവിടുത്തെ സിറ്റുവേഷൻ? നീ അങ്ങ് പൊരിച്ചടുക്കുമായിരുന്നു. ഹോ, ഇവളുടെ ഒരു ഭരണം. ഞാൻ ഏത് വഴി പോയാലും കുറ്റം. ഞാൻ അനങ്ങിയ തെറ്റ്. ചെമ്പകമംഗലം എന്ന സാമ്രാജ്യത്തിലെ മഹാറാണിയായിരുന്നില്ലേ? കുഞ്ഞിനെങ്കി താ മൈഥിലി. ഓ, അപ്പൊ എന്റെ പേരും മര്യാദയുടെ ഭാഷയൊക്കെ നിനക്കറിയാം. എന്നാലേ എനിക്കിപ്പോ തീരെ മര്യാദയില്ല. കുഞ്ഞിനെ തരാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.